Hi viewers, today we are going to discuss about the process of identification of problems for research. The process of identification of problems for academic research may consist of the following steps: selection of the discipline, demarcating the broad area or a particular aspect of the selected subject, then identifying specific topics in the selected broad area. The process of identification of problems starts with selection of the discipline. The discipline or subject in which one proposes to do research may be selected. It may be technology, economics, management, commerce, psychology, sociology, etc. The selection of the discipline is easy. If a researcher can select any subject which the researcher has studied thoroughly and which has interested the researcher most, നമുക്ക് റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് കിടക്കാം. എന്തൊക്കെയാണ് ഒരു റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്? സിലക്ഷൻ ഓഫ് ദ ഡിസിപ്ലിൻ, demarcating the broad area or a particular aspect of the selected subject, then identifying the specific topics in the selected broad area. ഇത്രയുമാണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ആദ്യം തന്നെയും സിലക്ഷൻ ഓഫ് ദ ഡിസിപ്ലിൻ. ഇവിടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്നാണ് അർത്ഥം. ഒരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള താല്പര്യമുള്ളൊരു സബ്ജക്റ്റാണ് റിസർച്ചിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും ആകാം, ഏതൊരു മേഖലയും ആകാം. അത് ശരിക്കും ആ സിലക്ഷൻ ഓഫ് ദ ഡിസിപ്ലിൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ എളുപ്പമാണ്. കാരണം ഓരോരുത്തർക്കും അറിയാമല്ലോ അവരവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന്. അപ്പോൾ അതാദ്യം തന്നെയും സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, ഡിമാർക്കേറ്റിംഗ് ദ ബ്രോഡ് ഏരിയ. What do you mean by demarcating the broad area? That means fixing a limit or a particular aspect of the selected subject. Select a particular aspect of the selected subject means if the selected subject is financial management, then one may select capital budgeting, financial leverage, working capital management and profit management, etc. അപ്പോൾ എന്താണ് ഡിമാർക്കേറ്റിംഗ് ബ്രോഡ് ഏരിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെയും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഡിസിപ്ലിൻ, ആ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തു. അത് വെച്ചിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള മേഖല എന്താണ് നമ്മൾ തിരഞ്ഞെടുത്തതേ ഉള്ളൂ. ഇനി നമ്മൾ അതിൽ നിന്നും ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റ് തിരഞ്ഞെടുക്കണം. അതിനെയാണ് ഡിമാർക്കേഷൻ എന്ന് പറയുന്നത്. ലിമിറ്റ് ചെയ്യുകയാണ്. സബ്ജക്റ്റ് മൊത്തത്തിലെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല റിസർച്ച് ഒരിക്കലും. അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല റിസർച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റ് തിരഞ്ഞെടുക്കണം. ഉദാഹരണത്തിന് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് തിരഞ്ഞെടുത്തതെന്ന് വിചാരിക്കുക. ഈ സിലക്ഷൻ ഓഫ് ദ ഡിസിപ്ലിനിൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആ സ്പെഷ്യലൈസ്ഡ് ഏരിയയും അതിനകത്ത് വരും. അതും നിങ്ങൾക്ക് ആ സിലക്ഷൻ ഓഫ് ദ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സബ്ജക്റ്റിനകത്ത് വരാവുന്നതാണ്. ഏതൊരു സ്പെഷ്യലൈസേഷനിലാണ് നിങ്ങൾ, ഏതൊരു സബ്ജക്റ്റിലാണ് നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണെന്ന് ധരിക്കുക, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. അതിനകത്ത് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ ലിവറേജ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ നിരവധി ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ അവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുക. ഇനി അടുത്തതായി ഐഡൻറ്റിഫൈങ്
specific topics in the selected broad area. This requires a grasp of the branch of the subject as a whole and awareness of work already done on it. A review of literature is very essential to select a specific topic. ഇനി അടുത്തതായി ഐഡൻറ്റിഫൈങ് സ്പെസിഫിക് ടോപ്പിക്സ് ഇൻ ദ സെലക്റ്റഡ് ബ്രോഡ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ഒരു താല്പര്യമുള്ള സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, ഇനി അതിൽ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റ് തിരഞ്ഞെടുത്തു, അതുകൊണ്ടും റിസർച്ച് ചെയ്യാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാർക്കറ്റിംഗ് ആണെന്ന് വിചാരിക്കുക. മാർക്കറ്റിങ്ങിൽ എന്തോരം ആസ്പെക്ട്സ് ഉണ്ട്. അഡ്വർടൈസിംഗ് ഉണ്ട്, പ്രോഡക്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട്, ബ്രാൻഡ് മാനേജ്മെൻ്റ് ഉണ്ട്. അങ്ങനെ എത്ര ആസ്പെക്ട്സ് ആണുള്ളത്. ഇവയിൽ നിന്ന് ഇതിനെ ജനറലായിട്ട് എടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എ സ്റ്റഡി ഓൺ അഡ്വർടൈസിങ് മാനേജ്മെൻറ്റ് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. എ സ്റ്റഡി ഓൺ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അങ്ങനെയൊന്നും റിസർച്ച് ചെയ്യാൻ സാധ്യമല്ല. ഇനി ഫിനാൻസിൻ്റെ കാര്യം എടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്ന് ഓർത്തെ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ ലിവറേജ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്, ഇതിനെയൊക്കെ ജനറലായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ടു സ്റ്റഡി ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഓഫ് ആൻ എൻ്റർപ്രൈസ് അങ്ങനെ ജനറലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അവയിൽ നിന്നും വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് നമ്മൾ തിരഞ്ഞെടുക്കണം. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിങ്ങിലാണെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എടുക്കാം. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിനെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. കൺസ്യൂമേഴ്സിൻ്റെ മോട്ടീവ്സ്, കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസ് ചെയ്യുന്ന രീതികൾ, ഇതെല്ലാം കൺസ്യൂമർ ബിഹേവിയറിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഏരിയ എടുക്കണം, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടോപ്പിക് എടുക്കണം. ഉദാഹരണത്തിന് കൺസ്യൂമർ ബിഹേവിയറിൽ മോട്ടീവ്സിൻ്റെ റോൾ എന്താണ്? മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൻ്റെ റീസൺസിനെയാണ് നമ്മൾ മോട്ടീവ്സ് എന്ന് പറയുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്? അപ്പോൾ മോട്ടീവ്സിനെ കുറിച്ച് പഠിക്കുക. ഇനി മോട്ടീവ്സ് തന്നെ പല രീതിയിലുണ്ട്. അതിൽ നിന്നും റിസർച്ചറിന് നല്ലപോലെ അറിയാവുന്നതും കോൺഫിഡൻസ് ആയിട്ടുമുള്ള അതിൽ നിന്നും പിന്നെ നമുക്ക് ഒരു സ്പെസിഫിക് ടോപ്പിക് എടുക്കാം. പലതരത്തിലുള്ള മോട്ടീവ്സിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രത്യേക മോട്ടീവ് എടുത്ത് പഠിക്കാം. ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത സബ്ജക്റ്റ്, അതിൽ നിന്നും ഒരു ആസ്പെക്റ്റ് തിരഞ്ഞെടുക്കുന്നു, അതിൽ നിന്നൊരു സ്പെസിഫിക് ടോപ്പിക്ക് തിരഞ്ഞെടുക്കുന്നു. ഇനി ഈ സ്പെസിഫിക് ടോപ്പിക്ക് തിരഞ്ഞെടുക്കുന്നത് അത്ര എളുപ്പമല്ല. അതിന് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വളരെ അറിവുണ്ടായിരിക്കണം. മൊത്തത്തിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ മറ്റുള്ളവർ ചെയ്ത റിസർച്ച് വർക്കിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ മാർക്കറ്റിങ്ങിനകത്ത് റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മുൻപ് ആരൊക്കെയാണ് മാർക്കറ്റിങ്ങിൽ റിസർച്ച് ചെയ്തിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു വ്യക്തി മോട്ടീവ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് മുൻപ് ആരെങ്കിലും മോട്ടീവ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം. കാരണം ഒരേപോലെ ആകാൻ പാടില്ല റിസർച്ച്. ഇപ്പോൾ മുൻപ് ഒരാൾ മോട്ടീവ്സിനെ കുറിച്ച് പഠിച്ചു, പിന്നീട് വേറൊരാൾ പഠിക്കുമ്പോൾ അത് രണ്ടും ഒരേപോലെ ആകാൻ പാടില്ല. അപ്പോൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മൊത്തത്തിലും അറിഞ്ഞിരിക്കണം. ഇനി ഏതൊരു സ്പെസിഫിക് ടോപ്പിക്കാണോ തിരഞ്ഞെടുക്കുന്നത് അതിനകത്ത് മറ്റാരെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിവും ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം ആ സ്പെസിഫിക് ടോപ്പിക് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ നല്ലൊരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നടത്തിയെങ്കിൽ മാത്രമേ ഒരു സ്പെസിഫിക് ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിലും ഈ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു സെലക്ട് യുവർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് ദ സബ്ജക്റ്റ് യു ലൈക്ക് മോസ്റ്റ്. ഏറ്റവും നിങ്ങളുടെ പ്രിയപ്പെട്ട സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ യുവർ സ്പെഷ്യലൈസേഷൻ.
അതിനകത്ത് നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. മാർക്കറ്റിംഗ്, ഫിനാൻസ്, HRM, ഇതാണ് നിങ്ങളുടെ മുൻപിലുള്ള ഓപ്ഷൻസ്. ഇതിലേതിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അതിനകത്തുനിന്നും ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റ് എടുക്കുക. ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അതിനകത്തൊരു പർട്ടിക്കുലർ ആസ്പെക്റ്റ് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. അതിന് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് എല്ലാം നോക്കുക. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ആസ്പെക്റ്റ് തിരഞ്ഞെടുക്കുക. ഇനി അതിനുശേഷം അതിൽ നിന്നും ഒരു സ്പെസിഫിക് ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ള ഒരു സ്പെസിഫിക് ടോപ്പിക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇത്രയും നിങ്ങൾ ഈ 5th സെമസ്റ്ററിലും ചെയ്യേണ്ടതാണ്. Assignment question: What are the steps involved in identification of research problem?